നമ്മളൊരു 18 മണിക്കൂറായിട്ട് ദുരിത യാത്ര എന്നൊക്കെ പറയൂലേ, ഹോട്ടൽ ബുക്കിംഗ്സ് ഒക്കെ ഞങ്ങൾ അവിടെ വെച്ച് ക്യാൻസൽ ചെയ്തു. ഗൈസ്, റൺവേയിലോട്ട് പതുക്കെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണ്. ഹായ് ഗൈസ്. ഓക്കെ, എവിടെ തുടങ്ങണമെന്ന് അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 18 മണിക്കൂറായിട്ട് ദുരിത യാത്ര എന്നൊക്കെ പറയൂലേ, അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ പറയാനുണ്ട്. തുടങ്ങാനാണെങ്കിൽ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ശരിക്കും ഇപ്പോൾ ഉള്ളത് ഡൽഹി എയർപോർട്ടിലാണ്. ഞങ്ങൾക്ക് കയറേണ്ടിയിരുന്നത് ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ട് ടു ഷാർജ, ദെൻ ഷാർജ ടു ബാക്കു ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഇന്നിപ്പോൾ 15th ജൂണാണ്, സൺഡേ. ഞങ്ങൾക്ക് ഇപ്പോൾ സമയം 5:30 മണിയായി വൈകിട്ട്. ഞങ്ങൾക്ക് കയറേണ്ടിയിരുന്നത് ഞങ്ങൾ ബാംഗ്ലൂർ ടു ഷാർജ, ദെൻ ഷാർജ ടു ഷെയ്ഖി ആണ് ഞങ്ങൾ ഫസ്റ്റ് ടിക്കറ്റ് എടുത്തത്. അത് എയർ അറേബ്യയുടെ ടിക്കറ്റ് ആയിരുന്നു. ഞങ്ങൾ തലേ ദിവസം, അതായത് 14th ജൂൺ നൈറ്റ് പോയി കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നൈറ്റ് ഒരു 11:30 ആയപ്പോൾ എത്തി. അവിടെ എത്തി ബാംഗ്ലൂർ ടു ഷാർജ ഇൻഡിഗോ നമ്മുടെ എയർ അറേബ്യയുടെ അവിടെ പോയപ്പോഴാണ് ഞങ്ങൾക്ക് മെസ്സേജ് വന്നത് നമ്മുടെ ഷാർജ ടു ബാക്കു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തെന്നുള്ള മെസ്സേജ് നമുക്ക് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണെന്ന് ആലോചിക്കണം. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ദേഹമൊക്കെ ഞാൻ തണുത്ത് വരും എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണമെന്ന് പിടിയില്ല. പിന്നെ അവരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇറാൻ വാർ നടക്കുന്നതുകൊണ്ട് ഈ അവിടുത്തെ അതിൻ്റെ മുകളിൽ കൂടെയാണ് എയർ റൂട്ട് ഉള്ളത്, ഷാർജ ടു ബാക്കു എയർ റൂട്ട് ഉള്ളത്. സോ അതുകൊണ്ട് ഞങ്ങളുടെ മാത്രമല്ല ജോർജിയക്കുള്ള ഫ്ലൈറ്റ്, അതേപോലത്തെ കസാക്കിസ്ഥാൻ, കുറേ രാജ്യത്തോട്ടുള്ള ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. പക്ഷേ ഇവർ റീറൂട്ട് ചെയ്യുന്നില്ല, വേറെ റൂട്ട് എടുത്ത് ഇവിടെയൊക്കെ പോകാനുള്ള സംവിധാനം അവർ ചെയ്യുന്നില്ല, അവർ ക്യാൻസൽ ചെയ്തു ശരിക്കും. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്താണ് വെറുതെ ബാംഗ്ലൂർ ടു ഷാർജ പോയിട്ട് ഒരു കാര്യമില്ല, പക്ഷെ തിരിച്ചു വരേണ്ട കാര്യമല്ലോ. തലേ ദിവസമൊക്കെ പോയി ഇതേപോലെ ക്യാൻസൽ ആയത് അവർ തിരിച്ചു വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നിന്നിട്ടൊരു കാര്യമില്ല. ഞങ്ങൾക്ക് ഈ വാറിൻ്റെ നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ശരി അവിടുത്തെ ആൾക്കാരുടെ ചോദിച്ചു, അവരുടെ അഡ്വൈസ് ഒക്കെ കേട്ടപ്പോൾ അവർ പറഞ്ഞു ക്യാൻസൽ ചെയ്യുക, പിന്നീട് അല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലും റീസ്കെഡ്യൂൾ ചെയ്യുക എന്നുള്ളൊരു അഡ്വൈസാണ് അവർ തന്നത്. അപ്പം ഞങ്ങൾ ശരി എന്നാൽ പിന്നെ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ്സ് ഒക്കെ ഞങ്ങൾ അവിടെ വെച്ച് ക്യാൻസൽ ചെയ്തു. അവിടുന്ന് ഞങ്ങൾ നേരെ എയർപോർട്ട് ബസ് പിടിച്ചിട്ട് ഞങ്ങൾ വെളുപ്പിന് 4:30 തിരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിലെത്തി ഓർമ്മകളിൽ. അവിടെ എത്തിയിട്ട് ഞാൻ കിടന്നുറങ്ങാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വൈകിയ സമയത്ത് ശ്വേതയാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എണീറ്റിരുന്ന് ഫ്ലൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഫ്ലൈറ്റിൻ്റെ ബുക്കിംഗ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ ഇത് ഇത്രയും നമ്മുടെ കയ്യിൽ നിന്ന് പോവും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. ശരി, എൻ്റെ മനസ്സ് ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ഇത് ക്യാൻസലായി, ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് കുളമായി എന്നുള്ളൊരു സംഭവത്തിലായിരുന്നു. പക്ഷെ പുള്ളിക്കാരിയാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്താണല്ലോ, നമുക്ക് എന്തായാലും പോകാൻ നോക്കാം. അപ്പം നോക്കിയപ്പം 9:30, നമ്മളിപ്പോൾ 5:30 മണിക്കാണ് നോക്കുന്നത്, 9:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഇൻഡിഗോയുടെ, അതായത് ബാംഗ്ലൂർ ടു ഡൽഹി ടു ബാക്കു. സംഭവം ഞങ്ങൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കൊണ്ട് ഡിസൈഡ് ചെയ്തതാണ് ശരി വീണ്ടും പ്ലാൻ ഓണാക്കാമെന്നും പറഞ്ഞിട്ട്. മറ്റേത് റീഫണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി, റീഫണ്ട് കിട്ടുമെന്നൊക്കെയാണ് അവർ പറയുന്നത്, ഈ വൗച്ചറായിട്ട് തരുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അത് ബുക്ക് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പെട്ടെന്നൊരു 1 hour കോറമംഗല ടു ബാംഗ്ലൂർ എയർപോർട്ട്, അത് ഔട്ടറിലാണ്, അത്യാവശ്യം നല്ല സ്പീഡിൽ വണ്ടി എടുത്തിട്ട് നേരെ എയർപോർട്ടിൽ പോയി. ഓൺ ദ വേയിലാണ് പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്ത ബുക്കിങ്ങൊക്കെ വീണ്ടും ബുക്ക് ചെയ്യുന്നത്. അതായത് ബാക്കിയുള്ള ഹോട്ടൽസ് കുറേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ക്യാൻസൽ ചെയ്തു. ആദ്യത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി, വേറെ ഇവിടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തത് എല്ലാം ബുക്കിങ്ങൊക്കെ ക്യാൻസൽ ചെയ്തായിരുന്നു ഹോട്ടലിൻ്റെ. അപ്പോൾ ഓൺ ദ വേ വീണ്ടും ഒന്നേന്നെല്ലാം ബുക്ക് ചെയ്തു, അതായത് ഓൺ ദ വേ ഹോട്ടൽസ് എല്ലാം ബുക്ക് ചെയ്തു പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്. ശരിക്കും ഞങ്ങൾ ഈ ബുക്ക് ചെയ്തതിന് മുമ്പ് ഇവിടുത്തെ ഇവരുടെ ഇൻഡിഗോയുടെ കസ്റ്റമർ കെയറിനെ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ ഫ്ലൈറ്റ് എന്തായാലും ക്യാൻസൽ ആവത്തില്ല, ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞ്. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അത് ബുക്ക് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. എന്നിട്ട് ബാംഗ്ലൂർ വന്ന് അപ്പോഴും എനിക്ക് ഉറപ്പില്ലായിരുന്നു ഇനിയിപ്പം നമ്മൾ ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞ് ബാംഗ്ലൂർ ചെല്ലുമ്പോൾ വീണ്ടും ക്യാൻസൽ ആയെന്ന് പറയുമെന്നൊക്കെ അറിഞ്ഞൂടാ. ഈ പണ്ടാലും ഈ യുദ്ധം നടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, എപ്പോൾ തീരുമെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഫ്ലൈറ്റ് റൺവേയിലോട്ട് അടുക്കുന്നു ഗൈസ്. ഫൈനലി യെസ്, വി ആർ ഗോയിങ് ടു ബാക്കു. ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷയിലോട്ടോ, എല്ലാ പ്ലാനും കോളായി നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ തന്നെ പോകുന്നു വിചാരിച്ചതാണ്. അവസാനം വരെ
അറിഞ്ഞൂടെ. എന്തായാലും ഇനി ബാക്കൂല് കാണാം. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നത് എനിക്ക് ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്താണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പറയുന്നത് ഇടയ്ക്ക് അനൗൺസ്മെൻ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ നിർത്തി ബ്രേക്ക് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ ടു ഡൽഹി വന്നിട്ട് ഡൽഹിയിൽ എത്തുന്ന സമയത്ത് വീണ്ടും ഒരു മെസ്സേജ്, വീണ്ടും ഇത് ഡിലേ ആണ്, 38 hours ഡിലേ ആണ് എന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾക്ക് നമുക്ക് മാത്രമുണ്ട് ആശിച്ച് പഠിച്ചൊരു പ്രാവശ്യം പഠിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് മാത്രം നമുക്ക് ഭയങ്കര വിഷമമാണ്. രണ്ടുപേരും ഭയങ്കര വിഷമമായി. പക്ഷെ ഞാൻ സെൽസിച്ചൊക്കെ നിന്ന് സത്യം പറഞ്ഞാൽ ഇപ്പം പറഞ്ഞാൽ ശ്വേതയുടെ ഒത്തിരി ഇതാണ്. കാരണം പുള്ളിക്കാരിയാണ് ആദ്യത്തേക്ക് ഫസ്റ്റത്തെ ഏറെ ക്യാൻസൽ ആയപ്പോഴത്തേക്ക് ശരി അധികം എടുത്ത് എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തല്ലേ കുറേ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നത് അതെന്തായാലും നടത്തണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഡൽഹിയിൽ വന്നിട്ട് ഈ ബാഗ്പൂരിലേക്കുള്ള ഫ്ലൈറ്റ് വിളിക്കുന്നവരെ എനിക്കൊരു ഉറപ്പ് ഇത് ക്യാൻസൽ ആവും, പ്ലാൻ ഡ്രോപ്പ് ആവും എന്നൊക്കെയാണ് എൻ്റെ ഒരു മനസ്സിൽ കൂടെ മുമ്പോട്ട്. പിന്നെ നമ്മൾ ഈ ഡൽഹി എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്ക് അതിൽ അവിടെ ഒറ്റ മനുഷ്യരില്ല. അപ്പോൾ ആർക്കും ബാഗ്പൂരിൽ പോകില്ല. ഇപ്പം തന്നെ നോക്കിയാൽ കാണാം കാലി അടിച്ചവന് ഫ്ലൈറ്റ് പോകുന്നത് കുറച്ച് ബമ്പി റൈഡാണ്. ഇത് തിരക്കുന്നില്ല. പിന്നെ ശരിക്കും നമ്മൾ അവിടുത്തെ ഈ അസർബൈജാനുള്ള ഒരു ടൂർ ഏജൻസി നമ്മൾ ഡേ ടൂർസ് ഒക്കെ കുറച്ച് പ്ലാൻ ചെയ്ത് അവരോട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളതായ കസ്റ്റമൈസ് ചെയ്ത് ഞാനും ശ്വേതയും കൂടെ ഇടുന്നൊരു ഐറ്റിനറി ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു ഡേ ടൂർ പോകും. ബാക്കി ബുക്കിംഗ് ഓട്ടോ ബുക്കിംഗ്സ് ഒക്കെ നമ്മളാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് തന്നെ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. വീണ്ടും നമ്മൾ ഇത് വീണ്ടും പ്ലാൻ ഓൺ ആയപ്പോഴത്തേക്ക് വീണ്ടും ബുക്ക് ചെയ്യേണ്ടി വന്നു. ആകെക്കൂടെ ഈ ഒരു 18 മണിക്കൂർ എങ്ങനെ കഴിഞ്ഞ് പോയി എന്നുള്ളത് എനിക്കൊരു ഫീലില്ല. ഒരു ആകെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ടു ഡൽഹി വരുന്ന വഴി ആ ഫ്ലൈറ്റിൽ 1.5 മണിക്കൂർ റൈറ്റാണ്. അത് മാത്രമേ ഉള്ളൂ. കണ്ണൊക്കെ കണ്ടറിയാം നല്ല ഇറങ്ങിയിരിക്കുകയാണ്. ഉറക്കച്ചടവാണ്. ഇനിയിപ്പോൾ നാളെ ചെന്നിട്ട് അവിടെ അടുത്ത പ്ലാൻ ഉണ്ട്. കുറേ സ്ഥലങ്ങളിലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ വ്ളോഗ്സൊക്കെ വരാനുണ്ട്. എന്തായാലും ദൈവം സഹായിച്ച് നമ്മുടെ പ്ലാൻ ഓണായി. ബാക്കിയിൽ ചെന്നിട്ട് ഈ പറഞ്ഞ നമ്മുടെ കഴിഞ്ഞ എയർ അറേബ്യയിൽ എനിക്ക് ഏറ്റവും വിഷമം എനിക്ക് എയർ അറേബ്യയുടെ മീൽസ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഞങ്ങൾ മീൽസ് എയർ അറേബ്യയിൽ സാൻഡ്വിച്ച് കുറേ എന്തൊക്കെയോ സാധനങ്ങൾ ഞങ്ങൾ മീലായിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട്. അതൊക്കെ പോയി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ വന്നിട്ട് അവിടുത്തെ മെഗ്ഡിയിൽ കയറിയിട്ട് ബർഗർ കഴിച്ചു. അത് വലിയ സുഖമില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ബാഗ്പൂരിൽ ചെന്നിട്ട് സ്വസ്ഥമായിട്ട് എന്തെങ്കിലും മനസ്സറിഞ്ഞ് കഴിക്കണം അല്ലേ? എന്താ പറയുന്നത്? കേൾക്കാൻ വയ്യ. ഓക്കെ, ചെവി അടഞ്ഞിരിക്കുകയാണ്. എൻ്റെ ചെവി അടഞ്ഞായിരുന്നു. ബാംഗ്ലൂർ ഡൽഹി ഫ്ലൈറ്റിൽ നന്നായിട്ട് അടഞ്ഞായിരുന്നു. കുറേ നേരമായിട്ട് നല്ല തലവേദനയും ചെവിയടക്കൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം ഞാനിങ്ങനെ ഡൽഹി പോയിട്ട് 5 hours ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇന്ന് മയങ്ങി. അത്രേ ഉള്ളൂ. ബാക്കി എന്തായാലും ബാഗ്പൂരിൽ പോയിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചായിരുന്നു നമ്മൾ ഇന്ന് ഈ ട്രിപ്പിൽ പോകും. ശരിക്കും ഇല്ലല്ല. ബട്ട് ഉനക്ക് എന്താ ഏതോ ഒരു നம்பிக்கை இருந்ததா? சரி நம்ம இல்லை ஃபுல்லாக இல்லை எனக்கு போவோமா போகலையா ஒன்றுமே இல்லை. ஐ வாஸ் நாட் ஏபிள் டு திங்க். என்ன இருந்தாலும் ஆன் த ஃப்ளோ போகல அப்படி தான் இருந்தது. ஆனால் ஒரு டைமும் ஃபஸ்ட்டு பெங்களூர் போயிட்டு விஷ்ணு தான் வந்து கேன்சல்னு. நான் ஏதோ சும்மா விளாட்லாம் அப்படின்னு நினச்சா ഞാൻ ബാംഗ്ലൂരിൽ ജസ്റ്റ് ഒരു നെറ്റ് ഇങ്ങനെ അവിടെ ചെന്നിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ ചെന്നിട്ട് ജസ്റ്റ് നെറ്റ് ഉണക്കിയത് പറഞ്ഞു. ഫസ്റ്റ് കാണുന്നത് ഷാർജ ടു ബാഗ്പൂർ ഫ്ലൈറ്റ് ക്യാൻസൽഡ്, യുവർ PNR നമ്പർ ക്യാൻസൽഡ്. அப்போ கூட ஆக்சுவலி we didn't know that it flies over Iran. We didn't even have that idea. ஸோ அப்படி இருந்தால் வந்து எனக்கு கொஞ்சம் க்ளூ இருந்திருக்கும். ஸோ நான் நினச்சேன் ஓகே அவங்க ஏர் அரேபியா தான் எதனால சம்திங் கேன்சல் பண்ணியிருக்காங்க, நெக்ஸ்ட் ஃப்ளைட்டில் விட்டுருவாங்க அப்படின்னு நினச்சா அப்புறம் தான் தெரிஞ்சது இட் இஸ் பிகாஸ் ஆஃப் தட் வார் தே ஹவ் கேன்சல்டு. நான் என்ன வீட்டுக்கு போயிட்டு இவன் நல்லா என்னை காண்டு ஏற்றிட்டு தண்ணியெல்லாம் கொட்டி
ബെഡിലെല്ലാം കൊട്ടി തൂങ്ങിട്ടാ തൂങ്ങല അப்புறம் ഞാൻ ഭയങ്കര വിഷമത്തിൽ കൈന്നൊക്കെ ഇങ്ങനെ വിറയല് കൊണ്ട് വീണെന്നൊക്കെ പറഞ്ഞിട്ട് അവള് വിചാരിച്ച ഭയങ്കര ശോകമാണ്. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ഇത് നടന്നില്ല. ആക്ച്വലി ഞാൻ அந்த ഫ്രസ്ട്രേഷനിലെ കൈ തൂക്കത്തില് നല്ല ഉറക്കമുണ്ട്. ഗോവയൊക്കെ പ്ലാൻ ചെയ്ത് മനസ്സിലാക്കി കാറിൽ പോകാൻ எனக்கும் டயர்டாக தான் இருந்தது. அப்போ வந்து நான் எப்படா வீட்டில் எனக்கு நாங்கள் வந்ததை வந்து பஸ்ஸில் வந்தோமா, சரி சும்மா பஸ்ஸில் போய் பார்க்கலாம் அப்படின்னு வந்தோம். இட் வாஸ் லைக் we were feeling like throwing up. அதிலே வந்து ரொம்ப டயர்டாகிட்டேன். எப்படா வீட்டுக்கு போய் படுப்போம். அது ஆக்சுவலி இது வந்து ப்ராசஸே பண்ண முடியல. இது டோட்டலி அன்எக்ஸ்பெக்டட். ஈவன் 1% ஆல்சோ ஐ டோன்ட் நோ தட் திஸ் மைட் ஹேப்பன். ஈவன் ஐ டோன்ட் நோ தட் தே ஆர் ஃப்ளைங் ஓவர் இரான் அண்ட் ஆல் தீஸ் திங்ஸ் வுட் பி அ இஷ்யூ. ஸோ அது வீட்டுக்கு போயிட்டு அப்புறம் நான் சும்மா ரீஃபண்டு இதெல்லாம் கால்குலேட் பண்ணுறக்கப்போ ரொம்ப லாஸாக இருந்தது. ஏன்னா எங்களுக்கு இந்த ட்ரிப்லேயே ஃப்ளைட் டிக்கெட் மட்டும்தான் ரொம்ப காஸ்ட்லி. ஸோ அப்போ யோசிச்சப்போ இப்போது நம்ம இன்னொரு ஃப்ளைட் புக் பண்ணி போகிறத விட அது லாஸாக இருந்தது எல்லாமே கேன்சல் பண்ணுறது. അങ്ങനെ നമ്മൾ ബാക്കു എത്തുകയാണ് ഗൈസ്. റൺവേയിലോട്ട് പതുക്കെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണ്. ദോഹയിൽ ചെറിയൊരു ഫ്യൂവലിന് വേണ്ടിയിട്ട് ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ രാവിലെ വെളുപ്പിനെ നമ്മളിത് ബാക്കു റൺവേയിലോട്ട് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, താങ്ക് ഗോഡ്. ഫൈനലി ഗൈസ് നമ്മൾ ബാക്കു എത്തിയിരിക്കുകയാണ്. അടിപൊളി. സമയം ഇപ്പോൾ ഇവിടെ 4-4:30 മണിയായേ. അത്യാവശ്യം നല്ല ലേറ്റായി. ഇനി അടുത്ത് ഫസ്റ്റ് ഇമിഗ്രേഷൻ, അത് കഴിഞ്ഞിട്ട് ബാഗ് എടുക്കണം. പിന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഇവിടുത്തെ ടൂറിൻ്റെ ആളെ നമ്മൾ പിക്ക് ചെയ്യാൻ വന്ന ആളെ വിളിക്കണം. ഇതൊക്കെയാണ് പരിപാടി. ഇതാണ് ബാക്കു എയർപോർട്ട്. കേട്ടോ, അത്യാവശ്യം നല്ല അടിപൊളി എയർപോർട്ടാണ്. ഒരാളിവിടെ തളർന്ന് പണ്ടാറടങ്ങിയിരിക്കുന്നത്. ശരിക്കും ഫ്ലൈറ്റൊക്കെ നല്ല ഫ്ലൈറ്റായിരുന്നു, പക്ഷേ ഭയങ്കര ടയർഡായിപ്പോയി രണ്ടുപേരും. അങ്ങനെ വഴിയിലോട്ടിറങ്ങാണ് ഗൈസ്. നമുക്ക് വേണ്ടി ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമ്മളെത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ടെർമിനൽ 1 ഒന്നിറങ്ങിയിരിക്കുകയാണ്. നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അസർ അണ്ണാൻ വന്നിട്ടുണ്ട്. നമ്മളിവിടുത്തെ ടൂർ ഗൈഡ് പ്ലസ് ഡ്രൈവറാണ് പുള്ളി. നമ്മളിവിടുത്തെ ടൂർ ഓപ്പറേറ്ററായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിയാണ് ഇത് സെറ്റ് ചെയ്ത് തന്നത്. അതാണ് ടെർമിനൽ 2 കേട്ടോ. ഇത് ടെർമിനൽ 1. ഓക്കെ, ഇമിഗ്രേഷനൊക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു. അവർ വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ല. ഭയങ്കര സ്മൂത്തായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരാണ്. ഫ്രണ്ട്ലി ആയിരുന്നു ഇമിഗ്രേഷനായിട്ടുള്ള ഉണ്ടായിരുന്നവർ. നമ്മുടെ പാസ്പോർട്ട് മാത്രം ജസ്റ്റ് മേടിച്ചൊന്ന് വെരിഫൈ ചെയ്തിട്ട് വിട്ടു, അത്രയാണ്. നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോവാണ്. ബോൾട്ട് കുറേ ടാക്സിയൊക്കെ വന്ന് കിടപ്പുണ്ട്. നമ്മൾ അതൊന്നുമില്ല. ടെർമിനൽ 2 ഡൊമസ്റ്റിക്. നൈസ്. നമ്മുടെ കൂടെ ഫ്ലൈറ്റിൽ കുറേ ഇന്ത്യൻസും പിന്നെ എനിക്ക് തോന്നുന്നു ഫോറിനേഴ്സായിട്ട് യൂറോപ്യൻസ് 2-3 പേരുണ്ടായിരുന്നു. പക്ഷെ ഈ ഇവിടെ ബാക്കു എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും വലിയ ഒട്ടും തിരക്കില്ല. എല്ലാം പെട്ടെന്ന് ഭയങ്കര സ്മൂത്തായിട്ട് ഭയങ്കര പെട്ടെന്ന് ടക്ക് ഞങ്ങൾ പോയി. ഇമിഗ്രേഷൻ ആണെങ്കിൽ ഭയങ്കര സ്മൂത്തായിട്ട് പോയി. ഇപ്പോൾ നമ്മൾ വലിയ വന്നപ്പോൾ പുള്ളി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളവിടെ എന്തായിരുന്നു കാറെടുത്ത് ഇവിടുത്തെ ടെർമിനൽ 2 അടിപൊളിയാണ്. ഇത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ആണ് അവിടെ പോകുന്നത് കൂടുതലും. അടിപൊളിയായിട്ടുണ്ട്. പുതിയതാണെന്ന് തോന്നുന്നു. കൺസ്ട്രക്ഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തോന്നിയത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നമ്മളെത്തി. നമ്മളിവിടെ എത്തിയിട്ട് കുറച്ച് നേരമായി. കാരണം ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ എല്ലാം അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഹോട്ടലിലാണെങ്കിലും പിന്നെ നമ്മുടെ ഇപ്പോൾ എടുത്ത രണ്ട് കാർ അതൊക്കെ ആണെങ്കിൽ അഡ്വാൻസ് ആയിട്ടെല്ലാം പേ ചെയ്യണം. ഇതൊക്കെ നമ്മൾ പേ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ആയതേ ഉള്ളൂ. റൂമിലോട്ടൊന്ന് സെറ്റിലായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനി വരാൻ പോകുന്ന വ്ളോഗിൽ നല്ല എക്സൈറ്റിംഗ് വ്ളോഗ്സ് ആയിരിക്കും. നമ്മൾ ഒരുപാട് സ്ഥലത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഓഫ് ബീറ്റ് ആയിട്ടുള്ള കുറേ പ്ലേസൊക്കെ പോകുന്നുണ്ട്.
അധികം ബ്ലോഗ്സിലൊന്നും ഞാൻ കാണാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇതിനകത്ത് ഐറ്റിനറിയിലുണ്ട്. ശരിക്കും നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഇങ്ങനെ എല്ലാവരും പോകുന്ന ഫുൾ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വേണ്ട, കുറച്ച് ഓഫ് ബീറ്റ് ആയിട്ടുള്ള പ്ലേസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളും കുറച്ച് റിസർച്ച് ചെയ്ത് നമ്മൾ അവിടുത്തെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്, ഫുൾ കസ്റ്റമൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും വീണ്ടും വരുന്ന വ്ളോഗിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ.